വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച. ഇന്ന് നടന്ന 10ാം തര രസതന്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി ആരോപണം ഉന്നയിച്ചു KSU. ആകെ 40 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും ഇന്നലെ MS സൊല്യൂഷൻസ് യൂട്യൂബിൽ വന്നതായും ആരോപണം. സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, ഇന്നലെ വൈകിട്ടാണ് വീണ്ടും യൂട്യൂബ് ലൈവുമായി MS സൊല്യൂഷൻസ് രംഗത്തെത്തുന്നത്. ഇന്ന് നടക്കുന്ന കെമിസ്ട്രി ചോദ്യങ്ങൾ, സാധ്യതാ ചോദ്യങ്ങൾ എന്ന രീതിയിലായിരുന്നു ലൈവ് സംപ്രേഷണവും. എന്താണ് KSUവിന്റെ പ്രധാന ആരോപണങ്ങൾ? ആരോപിക്കുന്നത് 40 മാർക്കാണ് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷ. ആകെ 40 മാർക്കിലായിരുന്നു വരേണ്ടിയിരുന്നത്. അതിൽ 32 മാർക്കും ഇന്നലെ വൈകിട്ട് MS സൊല്യൂഷൻസ് നടത്തിയ അവരുടെ പ്രഡിക്ഷൻ, അതായത് സാധ്യതാ പ്രവചന പട്ടികയിലുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് എന്നാണ്. അത് കൃത്യം അതേപോലെ ആവർത്തിച്ചില്ല എന്ന് മാത്രമാണ് അതിലൊരു വ്യത്യാസമായുള്ളത്. മറിച്ച് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ആവർത്തിച്ചു. അങ്ങനെ 40-ൽ 32 മാർക്കിൻ്റെ ചോദ്യവും ഈ MS സൊല്യൂഷൻസ് നടത്തിയ ഈ ഒരു പ്രവചനത്തിൽ നിന്ന് ആവർത്തിച്ചതാണെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി KSU ആരോപണമായി ഉന്നയിക്കുന്നത്, ഈ ലൈവ് കാണുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 1500 രൂപ കൊടുത്താൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്നലെ മാത്രം ഈ ഒരു ലൈവ് ക്ലാസ് കണ്ടത്. ആ കുട്ടികളിൽ പകുതി പേരെങ്കിലും 1500 രൂപ കൊടുത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തുക തട്ടിപ്പായിരിക്കും. ആ ഗ്രൂപ്പിലൂടെ ഏതെങ്കിലും തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നാണ് KSU പറയുന്നത്. ഏതായാലും ഇപ്പോൾ രസതന്ത്രം അധ്യാപകരോടക്കം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്നും KSU പറയുന്നുണ്ട്. 40 മാർക്കാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ 32 മാർക്കിൻ്റെ ചോദ്യങ്ങളും ആവർത്തിച്ചതായി ആണ് ഇവർ പറയുന്നത്. MS സൊല്യൂഷൻസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇവർക്ക് ചോദ്യങ്ങൾ നൽകിയതെന്ന് പറയുന്നു. ചാരിറ്റിക്ക് എന്ന പേരിലാണ് ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം പിരിച്ചതെന്നും പറയുന്നു. അതായത് ഒരു കുട്ടി 1500 രൂപ കൊടുക്കണം എന്ന തരത്തിലാണ് പണം പിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ചോദ്യപേപ്പറിൻ്റെ വിശദാംശങ്ങളൊക്കെയും കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യപേപ്പർ, അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അതായത് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യം. അത്തരത്തിൽ മറ്റു ചോദ്യങ്ങളും ധാരാളമുണ്ട്. ക്ലേയുടെയും സിലിക്കേറ്റിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഒക്കെ മിനറൽസ് ഏതൊക്കെയാണ് എന്നുള്ള അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കെമിസ്ട്രിയിലെ വിവിധതരം ചോദ്യങ്ങളാണ് ആവർത്തിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇന്നലത്തെ ലൈവിൽ MS സൊല്യൂഷൻസ് പറഞ്ഞതായിരുന്നു എന്നാണ് ഇപ്പോൾ KSUവിൻ്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമായി അവർ പറയുന്നത് ഈ രസതന്ത്രം അധ്യാപകരുമായി ചോദിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഏതായാലും ചാരിറ്റിയുടെ മറവിൽ, ചാരിറ്റി എന്ന ആവശ്യം ഉന്നയിച്ച് ഇവർക്ക് പണപ്പിരിവ് നടത്തിയെന്നും പറയുന്നുണ്ട്. ഓൺലൈൻ്റെ മറവിൽ അനാഥരെ സഹായിക്കാനെന്ന പേരിലാണ് പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്. 1500 രൂപ നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക. ഈ 1500 രൂപ അനാഥരെ സഹായിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഇടുന്ന ആളുകൾക്ക് ചോദ്യപേപ്പർ തരാം എന്നുള്ള തരത്തിലേക്കായിരുന്നു ഇന്നലെ അവരുടെ ലൈവിൽ പറഞ്ഞിരുന്നതെന്നാണ്. എന്നാൽ ഈ പണം കൊടുക്കാത്ത ആളുകൾക്ക് 32 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ലൈവിൽ തന്നെ അവർ പറഞ്ഞു കൊടുത്തു. ഇനി പണം കൊടുത്തു എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഈ മുഴുവൻ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ടാകാം എന്നുള്ള സംശയവും KSU ഉന്നയിക്കുന്നുണ്ട്.